നിങ്ങൾ യാതൊരുവിധ ടെൻഷനും വെക്കേണ്ട. നിങ്ങൾ കോഷീറ്റ് ഓൾറെഡി പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. ഞാൻ കോഷീറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ഈ ഒരു ഡിസ്കഷൻ മാത്രം എടുക്കുക. അപ്പോൾ കോഷീറ്റ് എന്താണ്? കോഷീറ്റിൻ്റെ പർപ്പസ് കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ്. കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക, കോസ്റ്റ് അസർടൈൻ ചെയ്യുക. അതാണ് എന്ത് കോഷീറ്റിൻ്റെ പർപ്പസ്. അപ്പോൾ നമ്മൾ കോഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് വേണം. എപ്പോഴും ഒരു കോഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ മെത്തേഡാണ് ബൈ ഫംഗ്ഷൻ. അപ്പോൾ കോഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. കോഷീറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്ലാസിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് എന്ത് ക്ലാസിഫിക്കേഷൻ ബൈ ഫംഗ്ഷൻ. ഇനി കോഷീറ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് 3 ലെവലിലായിട്ടാണ്. 3 ലെവൽ. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അപ്പോൾ ഈ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞെടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. ലെവൽ 3 ആണ് നമ്മളുടെ എന്താ പറയുക മാക്സിമം ഉള്ള കോഷീറ്റ്. ആ ലെവൽ 3 പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെവൽ 1ഉം 2 എല്ലാം ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പം ലെവൽ 1 ഞാൻ വിളിക്കുന്ന പേര് സിമ്പിൾ ഫോർമാറ്റ്. ലെവൽ 2 നമ്മൾ വിളിക്കുന്ന പേര് ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. ലെവൽ 3 നമ്മൾ വിളിക്കുന്ന പേരാണ് ICAI ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നേരിട്ട് IC ഫോർമാറ്റ് പറഞ്ഞാൽ പോലെ വേണ്ട, നമുക്ക് പയ്യെ എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്ത് ICയുടെ ഫോർമാറ്റിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം എല്ലാ ഐറ്റംസും കവർ ചെയ്ത് നമുക്ക് ICയുടെ ഫോർമാറ്റ് പഠിക്കാം. അപ്പോൾ സിമ്പിൾ ഫോർമാറ്റ് ഉണ്ട്, ഡീറ്റെയിൽഡ് ഫോർമാറ്റ് ഉണ്ട്, ICയുടെ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് സിമ്പിൾ ഫോർമാറ്റ്? എന്താണ് സിമ്പിൾ ഫോർമാറ്റ്? സിമ്പിൾ ഫോർമാറ്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു മാനുഫാക്ചറിങ് കൺസേണിൽ സിമ്പിൾ ഫോർമാറ്റ് പറ്റൂല. മനസ്സിലാക്കുക. ഒരു ഇയറിൽ സ്റ്റാർട്ടായിട്ട് എൻഡായ ഒരു മാനുഫാക്ചറിങ് കൺസേൺ, ഇത്രേ ഉള്ളൂ. അവിടെ എന്തില്ല? ഓപ്പണിംഗ് ക്ലോസിംഗ് ഇല്ല. ഓപ്പണിംഗ് ബാലൻസുകളോ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇല്ല. എന്നാണ് കണ്ടീഷൻ. അപ്പോൾ സിമ്പിൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ എപ്പോഴും കണ്ടീഷൻ എന്തായിരിക്കും? അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WA അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അതില്ല. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? സിമ്പിൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ സിമ്പിൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. കോസ്റ്റ് ഷീറ്റിന് മെയിൻലി 2 കോളംസ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. പെർട്ടിക്കുലേഴ്സിലെ ഫസ്റ്റ് ഐറ്റം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ 4 എലമെന്റ്സേ ഉള്ളൂ അല്ലേ? ബൈ ഫംഗ്ഷൻ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ബൈ ഫംഗ്ഷൻ കോസ്റ്റ് ഷീറ്റ് ബൈ ഫംഗ്ഷൻ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 4 ഐറ്റം ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ആ 4 ഐറ്റത്തിന്റെ ഫസ്റ്റ് ഐറ്റം പ്രൈം കോസ്റ്റ് ആണ്. അപ്പോൾ പ്രൈം കോസ്റ്റിന്റെ 3 ഐറ്റം ഉണ്ട്. എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ 3 ഐറ്റം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഈ 3 ഐറ്റം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഫസ്റ്റ് 3 ഐറ്റം നമ്മുടെ സിമ്പിൾ ഫോർമാറ്റിൽ ലെവൽ 1 ഫസ്റ്റ് 3 ഐറ്റം ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഇനി എന്ത് ആഡ് ചെയ്യണം? ഞാൻ ഓർഡറിൽ നിങ്ങളെ പഠിപ്പിച്ച് പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ ഇനി ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഇൻവോൾവ് ആകുന്ന പ്രൊഡക്ഷന് വേണ്ടി? ഫാക്ടറി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിന്റെ കൂടി എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടറി കോസ്റ്റ്. എന്താണ്? ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടറി കോസ്റ്റ്. പക്ക. അപ്പോൾ നിങ്ങൾ പുതിയൊരു ഐറ്റം പഠിച്ചു. പ്രൈം കോസ്റ്റ് പോലെ അടുത്തൊരു കോസ്റ്റ് പഠിച്ചു. എന്താണ് ഫാക്ടറി കോസ്റ്റ്? പറ. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഓവർഹെഡ്സും എന്ത് ചെയ്യണം? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇനി ആഡ് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഡ് ചെയ്യേണ്ട ഓവർഹെഡ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളതെല്ലാം മാറ്റാൻ ഞാൻ പറഞ്ഞു.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അടുത്ത് ആഡ് ചെയ്യുന്ന ഓവർഹെഡ് ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐറ്റം ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, സിമ്പിൾ ഫോർമാറ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഡിസ്കസ് ചെയ്തൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ഐറ്റം ആണ് ആര്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ഒരു കോസ്റ്റ് ഷീറ്റിൽ സിമ്പിൾ ഫോർമാറ്റിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൈം കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. എങ്ങനെ പ്രൈം കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് ഫാക്ടറി കോസ്റ്റ് എടുക്കും. ഫാക്ടറി കോസ്റ്റ് എടുക്കും. ഇനി എന്ത് ആഡ് ചെയ്യണം? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇനി ഓവർഹെഡിന്റെ മൂന്നാമത്തെ ഐറ്റം, ഇപ്പൊ 2 ഐറ്റം കിട്ടി. ഏതൊക്കെയാണ്? ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്തു, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തു. ഇനി എന്താ ആഡ് ചെയ്യാനുള്ളത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അപ്പൊ ഇതിന്റെ മീനിങ് പറയാൻ പോണേ, കേൾക്കുക. എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷന് വേണ്ടി വന്ന ടോട്ടൽ കോസ്റ്റ്. ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന ടോട്ടൽ കോസ്റ്റ്. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലൂടെ സെല്ലിങ്ങുമായിട്ട് സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓവർഹെഡ്സ് എല്ലാം ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് സെയിൽസ്. സെയിൽസ് വരെ, അപ് ടു സെയിൽസ് വരെയുള്ള ടോട്ടൽ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ മീനിങ് എന്താണ്? അപ് ടു സെയിൽസ് വരെയുള്ള ടോട്ടൽ കോസ്റ്റ്. അപ്പൊ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? അപ് ടു പ്രൊഡക്ഷൻ വരെയുള്ള ടോട്ടൽ കോസ്റ്റ്. അപ് ടു പ്രൊഡക്ഷൻ വരെയുള്ള ടോട്ടൽ കോസ്റ്റ്. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടോട്ടൽ കോസ്റ്റ്. എന്താണ്? ടോട്ടൽ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെയാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ്. പക്ക. അപ്പൊ ഒന്ന് പറഞ്ഞ സിമ്പിൾ ഫോർമാറ്റിലെ കോസ്റ്റ് ഷീറ്റ്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് എടുക്കുക. ആർക്കും ഡൗട്ട് ഇല്ല. ഇനി ഓവർഹെഡ്സിന്റെ 3 ഐറ്റം. ഫസ്റ്റ് ഐറ്റം എന്താണ്? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക, ഫാക്ടറി കോസ്റ്റ് കിട്ടും. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക, എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ അപ്പൊ എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. സെയിൽസ് വരെ കമ്പനിക്ക് ഇൻകർ ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ്, അതാണ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? അപ് ടു പ്രൊഡക്ഷൻ വരെയുള്ള ടോട്ടൽ കോസ്റ്റ്. അപ് ടു പ്രൊഡക്ഷൻ വരെയുള്ള ടോട്ടൽ കോസ്റ്റ്. പക്ക. അപ്പോൾ ഇതാണ് സിമ്പിൾ ഫോർമാറ്റിന്റെ കോസ്റ്റ് ഷീറ്റ്. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ ഇനി എന്ത് ആഡ് ചെയ്യണം? പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. എന്ത് കിട്ടും? സെയിൽസ്. ഇതാണ് സിമ്പിൾ ഫോർമാറ്റ്. എക്സാമിന് യാതൊരുവിധ ചാൻസും ഇല്ല, വരാൻ യാതൊരു ചാൻസും ഇല്ല. ബട്ട് എലമെന്റ്സ് നമ്മൾ അല്ലെങ്കിൽ ഓരോ ഐറ്റംസ് ക്ലിയർ ആകാൻ വേണ്ടി മാത്രമാണ് സിമ്പിൾ ഫോർമാറ്റ് പഠിക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് കിട്ടി, ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് ഫാക്ടറി കോസ്റ്റ് കിട്ടി, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് സെയിൽസ് എടുത്ത് പ്രോഫിറ്റ് ആഡ് ചെയ്ത് സെയിൽസ് എടുക്കും. കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ മറ്റൊരു പേരാണ് ടോട്ടൽ കോസ്റ്റ്. എന്താണ്? ടോട്ടൽ കോസ്റ്റ്. ഈസി. സിമ്പിൾ ഫോർമാറ്റിന്റെ കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ എഴുതിയെടുക്കുക. സിമ്പിൾ ഫോർമാറ്റിന്റെ കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ ജസ്റ്റ് ലെവൽ 1 എന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന ജസ്റ്റ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഞാൻ ഇട്ട് കാണിക്കാൻ പോവാണ് കേട്ടോ. എക്സാമ്പിൾ പ്രോബ്ലം കാണിക്കാൻ പോവാണ്. നോക്കിയിരിക്കുക. അതിന്റെ ഇൻഫർമേഷൻസ് ആണ്. ഇൻഫർമേഷൻസ്: ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ്ഡ് rupees 1,20,000. 1,20,000. Second one, wages paid. Wages paid 80,000 rupees. 80,000. Wages outstanding attained 20,000 rupees. 20,000. Factory overhead. Factory overhead is equal to 30% of prime cost. 30% of prime cost.
ഇനി ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 40,000, 40,000. Selling and distribution overhead is equal to 20% of factory cost. Factory cost into 20%. And 7, profit. 20% of sale. 20% on sale. 20% on sale. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ ആയി നോക്കിക്കേ. മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു 1,20,000, വേജസ് പേയ്മെന്റ് ചെയ്തു, വേജസ് പെയ്ഡ് ഉണ്ട് 80,000, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 20,000. ഫാക്ടറി ഓവർ ഹെഡ് പറയുന്നത് 30% ഓഫ് പ്രൈം കോസ്റ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ₹40,000 ആണ്. ഇനി അടുത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 20% ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ്. പ്രോഫിറ്റ് 20% ഓൺ സെയിൽ ആണ്. ഇനി പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്, പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായി, ഇവിടെ സിമ്പിൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. റീസൺ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒന്നുമില്ല. റോ മെറ്റീരിയലിനോ WIPക്കോ ഫിനിഷ്ഡ് ഗുഡ്സിനോ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സിമ്പിൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ഫോർമാറ്റിന്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതണം കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. ഇനി കോസ്റ്റ് ഷീറ്റ് എടുത്ത് താഴെ എഴുതുക ക്ലാസിഫിക്കേഷൻ ബൈ ഫംഗ്ഷൻ. ഇനി സിമ്പിൾ ഫോർമാറ്റിന്റെ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയൽ 1,20,000, 1,20,000. ടിക്ക് ചെയ്ത് മാറുക. ഞാനിപ്പോൾ എക്സാമിന് ചെയ്യുന്നൊരു വേ ആണ്. ടിക്ക് ചെയ്ത് മാറ്റിയേക്കും. അത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു, ആ ഐറ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വേജസ് പെയ്ഡ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വേജ് പേയ്മെന്റ് ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? പെയ്ഡും വരും, ഔട്ട്സ്റ്റാൻഡിങ്ങും വരും. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ വേജിന്റെ പെയ്ഡും എടുക്കുക, ഔട്ട്സ്റ്റാൻഡിംഗും എടുക്കുക. അപ്പോൾ ടോട്ടലി 1 lakh ആണ്. അപ്പോൾ വേജസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ലേബറിൽ എന്തൊക്കെ വരും? 80,000 പ്ലസ് 20,000. റീസൺ ഇവിടെ പെയ്ഡും വരും, ഔട്ട്സ്റ്റാൻഡിംഗും വരും, ₹1 lakh. ഇനി ഡയറക്റ്റ് എക്സ്പെൻസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, കണ്ടുപിടിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അസ്യൂം ചെയ്യാണ് നിൽ, അസ്യൂം ചെയ്യാണ് നിൽ. ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ് ഷീറ്റിൽ അങ്ങനെ പറഞ്ഞിട്ട് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഐറ്റം അല്ല. ബട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ അസ്യൂം ചെയ്യാൻ, നില്ലായിട്ട് അസ്യൂം ചെയ്യാം കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് 2,20,000, 2,20,000 ആണ് പ്രൈം കോസ്റ്റ്. ഇനി എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം അല്ലേ. എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. എത്ര ഫാക്ടറി ഓവർ ഹെഡ് പറഞ്ഞിരിക്കുന്നത്? ഫാക്ടറി ഓവർ ഹെഡ് എത്ര പറഞ്ഞിരിക്കുന്നത്? 30% ഓഫ് പ്രൈം കോസ്റ്റ് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈം കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫാക്ടറി ഓവർ ഹെഡ് കിട്ടുള്ളൂ. നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഇതായിരിക്കണം. 30% ഓഫ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? പ്രൈം കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഫാക്ടറി ഓവർ ഹെഡ് കിട്ടുള്ളൂ. അപ്പോൾ 30% ഓഫ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എത്രയാണ്? ഇവിടെ 2,20,000 അല്ലേ. അപ്പോൾ 2,20,000 ഇൻറ്റു വർക്കിംഗ്. $2,20,000 into 30%. 2,20,000 into 30%. 66,000. 66,000 ആണ് എന്ത്? ഫാക്ടറി ഓവർ ഹെഡ്. That is 30% of prime cost. 30% of prime cost. ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐറ്റം കിട്ടും. എന്താണ്? ഫാക്ടറി കോസ്റ്റ്. എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ്. എപ്പോഴും മനസ്സിലാക്കുക, പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ് എല്ലാം ഒരു ഔട്ട്പുട്ട് പോലെ എഴുതി വെക്കുക. ഐറ്റംസ് എല്ലാം നമ്മൾ ഈ ഒരു സൈഡ് ചേർത്ത് എഴുതുക. നമ്മുടെ ഔട്ട്പുട്ടുകളെല്ലാം എന്ത് ചെയ്ത് വെക്കുക? ജസ്റ്റ് ഒരു സ്പേസ് വിട്ട് നിങ്ങൾ കൊടുത്തേക്കുക. പ്രൈം കോസ്റ്റ് 2,20,000 ആണ്. ഫാക്ടറി കോസ്റ്റ് ഇസിക്കൽ ടു എത്രയാണ്? 2,20,000 പ്ലസ് 66,000. 2,86,000. 2,86,000. അടുത്തതാ ഫാക്ടറി കോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അത് ടിക്ക് ചെയ്ത് മാറ്റുക. ഫാക്ടറി ഓവർ ഹെഡ് കൺസിഡർ ചെയ്തു. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഗിവൺ ആണ് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്
ഇവിടെ റൈറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ലേറ്റർ ഡിസ്കസ് ചെയ്യാം. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഒരു 40,000 ഗിവൺ ആണ്. 40,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ കോസ്റ്റും ആയിട്ടുണ്ട്. പ്ലസ് 40,000 ആഡ് ചെയ്യുമ്പോൾ 3,26,000. 3,26,000. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആരുണ്ട്? ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഡയറക്ട്ലി പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫാക്ടറി കോസ്റ്റിന്റെ 20% അല്ലേ. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഫാക്ടറി കോസ്റ്റ് ഉണ്ടെങ്കിൽ കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കിട്ടുള്ളൂ. ഫാക്ടറി ഓവർ ഹെഡ് ഫൈൻഡ് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഫാക്ടറി കോസ്റ്റ് ഗിവൺ ആണ്. എത്ര ഫാക്ടറി കോസ്റ്റ് ഗിവൺ അല്ല, നമ്മൾ കണ്ടുപിടിച്ചു. 2,86,000 അല്ലേ. ഇപ്പൊ 2,86,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 20%. ഇപ്പൊ എത്ര വരും? 2,86,000 ഇൻറ്റു 20%. 57,200. ഇതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് സെയിൽസ്. ബ്രാക്കറ്റ് ഞാൻ കൊടുക്കുകയാണ്. ടോട്ടൽ കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 3,83,200. 3,83,200 ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഇത്ര ഓക്കെയാണോ? അപ്പോൾ എന്തെല്ലാം കൺസിഡർ ചെയ്തു നമ്മൾ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്തു, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ വേജിന്റെ പേയ്മെന്റ് എല്ലാം കഴിഞ്ഞു, ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? പ്രോഫിറ്റിന്റെ വർക്കിംഗ് മാത്രമേ ഉള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത ലെവൽ ഡിസ്കഷനിലേക്ക് പോകണം. ഇത്ര ഓക്കെയാണോ? ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ ആഡ് ചെയ്തു, പ്രൈം കോസ്റ്റ് എടുത്തു, ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ വർക്കിംഗ് ചെയ്തു, ഫാക്ടറി ഓവർ ഹെഡ് എടുത്തു, ആഡ് ചെയ്തു, ഫാക്ടറി കോസ്റ്റ് കിട്ടി, അഡ്മിനിസ്ട്രേഷൻ ആഡ് ചെയ്തു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്തു, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. കോസ്റ്റ് ഓഫ് സെയിൽസ് വരെ കിട്ടി. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് എന്ത്? ടോട്ടൽ കോസ്റ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ സെപ്പറേറ്റ്ലി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ മതി, ബട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്യാണ്. ടോട്ടൽ കോസ്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 3,83,200. 3,83,200. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇൻഫർമേഷൻ എക്സാമിന് വളരെ റെലവെന്റ് ആണ്. നമ്മളിനി ഈ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആകുന്നത് വരെ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക. ടോട്ടൽ കോസ്റ്റിന്റെ കൂടി ഇനി എന്ത് ആഡ് ചെയ്താൽ? പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. സംശയമില്ല. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ICAIക്ക് പ്രോഫിറ്റിന്റെ പുറത്ത് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന രണ്ട് അഡ്ജസ്റ്റ്മെന്റേ ഉള്ളൂ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഐറ്റത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചെയ്യാൻ പറ്റുന്ന രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഇത് മാത്രമാണ്. ഒന്ന് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പറയാം, പെർസെൻറ്റേജ് ഓൺ സെയിൽസ് പറയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞ എലമെന്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വരുത്താൻ പറ്റുന്ന മാക്സിമം രണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയാണ്? ഒന്ന് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? പെർസെൻറ്റേജ് ഓൺ സെയിൽസ് പറയാം. അപ്പോൾ ഞാൻ പറയും പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് സിമ്പിൾ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് സിമ്പിൾ ആണ്. ബട്ട് പെർസെൻറ്റേജ് ഓൺ സെയിൽ ഡിഫിക്കൽട്ടാണ്. എന്താണ്? ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും എന്തായിരിക്കും ചോദിക്കുന്നത്? പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് ആയിരിക്കുമോ പെർസെൻറ്റേജ് ഓൺ സെയിൽസ് ആയിരിക്കുമോ? ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ചോദിക്കുന്നത് പെർസെൻറ്റേജ് ഓൺ സെയിൽസ് ആയിരിക്കും. എന്തുകൊണ്ട്? ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്. ബട്ട് ആ ഡിഫിക്കൽട്ടി ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഏരിയയിൽ ഞാനിപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. പ്രോഫിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് എൻഡർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. എക്സാമ്പിളിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. നോക്കാം. അപ്പോൾ നമുക്കൊരു ടോട്ടൽ കോസ്റ്റ് കിട്ടി. നമ്മൾ ഇങ്ങനെ എല്ലാ കോസ്റ്റും ആഡ് ചെയ്തപ്പോൾ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, അതുപോലെ ഡയറക്ട് എക്സ്പെൻസ്, ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി 3,20,000. ഒരു എക്സാമ്പിൾ ആണ്. 3,20,000 റുപ്പീസിന്റെ കോസ്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു 30% ഓൺ കോസ്റ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാണ് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു എത്രയാണ്? 30% ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമാണോ? ഡിഫിക്കൽട്ടാണോ? സിമ്പിൾ ആണോ? ഡിഫിക്കൽട്ടാണോ? തിങ്ക്. സിമ്പിൾ ആണ്. റീസൺ ഓൾറെഡി ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. ഇനി എത്രയാണ് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത്? ആഡ് പ്രോഫിറ്റ്. എത്ര പെർസെൻറ്റേജ് ആണ്? 30% ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. 30% ഓൺ കോസ്റ്റ്. കോസ്റ്റ് നമുക്ക് കിട്ടി. നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കോസ്റ്റ് കിട്ടി 3,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 3,20,000 റുപ്പീസിന്റെ എത്ര പെർസെൻറ്റേജ്? 30%.
അപ്പോൾ 3,20,000 ഇൻറ്റു 30%. എത്രയാണ്? 96,000. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. നമുക്ക് സെയിൽസ് കിട്ടും. എത്രയാണ്? 4,16,000. 4,16,000. പക്ക. ഇത് സിമ്പിൾ. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിൽ ഇതിങ്ങനെ ചോദിക്കാം. ടോട്ടൽ കോസ്റ്റ് ഈ സെയിം വർക്കിങ്ങിൽ തന്നെ ടോട്ടൽ കോസ്റ്റ് 3,20,000 ആണ്. പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുകയാണ് 30% ഓൺ സെയിൽ എന്ന് പറഞ്ഞാലോ? 30% ഓൺ സെയിൽ എന്ന് പറഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ആണോ സിമ്പിൾ ആണോ? 30% ഓൺ സെയിൽസ് ഡിഫിക്കൽട്ട് ആണോ സിമ്പിൾ ആണോ? 30% ഓൺ സെയിൽസ് ഡിഫിക്കൽട്ട് ആണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫിഗർ ആണ് സെയിൽസ്. സെയിൽസ് എത്രയാണെന്ന് അറിയില്ല. ഈ സെയിൽസിന്റെ 30% ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ട് ആണ് അല്ലേ? നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ സെയിൽസ് ഇല്ലാത്തതുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ആകുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്നത് 30% ഓൺ സെയിൽ എന്നാണ്. 30% ഓൺ സെയിൽ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് 95% കേസിലും പ്രോഫിറ്റിന്റെ വർക്കിംഗ് പറഞ്ഞാൽ അവരെന്തേ പറയുള്ളൂ? പെർസെൻറ്റേജ് ഓൺ സെയിലേ പറയുള്ളൂ. പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പറയില്ല. പെർസെൻറ്റേജ് ഓൺ സെയിൽസ് മാത്രമേ അവർ ആ റിക്വയർമെന്റിൽ പറയുള്ളൂ. അപ്പൊ എന്താണ് പെർസെൻറ്റേജ് ഓൺ സെയിൽസ് വരുമ്പോഴുള്ള വർക്കിംഗ്? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവിടെ പക്ക കോൺസെൻട്രേഷൻ കേൾക്കാം. ടോട്ടൽ കോസ്റ്റ് കിട്ടി 3,20,000. പ്രോഫിറ്റ് 30% ഓൺ സെയിൽസ്. സെയിൽസ് എത്രയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ സെയിൽസ് നിങ്ങൾ 100% ആയിട്ട് അസ്യൂം ചെയ്യുക. ഇവിടെ മുതൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാക്കി എടുത്ത് പഠിക്കുക. സെയിൽസ് പെർസെൻറ്റേജ് ഓൺ സെയിൽസ് പറഞ്ഞാൽ സെയിൽസ് എത്രയായിട്ട് അസ്യൂം ചെയ്യുക? 100% ആയിട്ട് അസ്യൂം ചെയ്യുക. സെയിൽസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് വരും? 30% വരും. എത്ര വരും? 30% വരും. രണ്ട് കമ്പോണന്റ് ആഡ് ചെയ്യുമ്പോൾ 100%. അതിൽ ഒരു കമ്പോണന്റ് 30% ആണെങ്കിൽ റിമൈനിങ് കമ്പോണന്റ് 70% വരും. ഓക്കെ, ഇത് പുതിയൊരു വർക്കിംഗ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓൺ സെയിൽസ് വരുമ്പോൾ ഇനി ഇത് ഇവിടെ മാത്രമല്ല, ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന ടൂൾ നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നവർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ ഇഷ്യൂ ഇല്ലാതെ വളരെ സിമ്പിൾ ടൂൾ പഠിപ്പിക്കാൻ പോകണം. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് ഫീൽ ചെയ്താലും പോകെ ഏറ്റവും സിമ്പിൾ ആകുന്ന ഒരു ടൂൾ പഠിപ്പിക്കാൻ പോവാം. സെയിൽസ് 100% ആയിട്ട് അസ്യൂം ചെയ്യുക. സെയിൽസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് 30% അല്ലേ? രണ്ട് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ 100% ആണെങ്കിൽ അതിൽ ഒരു എലമെന്റ് 30% ആണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ഐറ്റം എത്ര പെർസെൻറ്റേജ് ആണ്? 70% ആണ്. ഈ രണ്ട് ഐറ്റം ആഡ് ചെയ്യുമ്പോൾ 100% കിട്ടും. അതിൽ ഒരു ഐറ്റം 30% ആണെങ്കിൽ റിമൈനിങ് ഐറ്റം എത്ര പെർസെൻറ്റേജ് ആണ്? 70% ആണ്. ഇത്ര ഓക്കെ ആണോ? ഇനിയാണ് വർക്കിംഗ്. ഇവിടെ ഞാനൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ എന്നൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കുകയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ. ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ. ഇവിടെ എനിക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ കിട്ടി. 70% എന്ന് പറയുന്ന വാല്യൂ 3,20,000 ആണ്. ഇതാണ് എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ. ഇവിടെ എനിക്ക് കിട്ടിയ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ 3,20,000 rupees ആണ്. 70%. 70% is equal to 3,20,000. ഇനി എനിക്ക് 30യും 100ഉം എടുക്കാൻ പറ്റും എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അപ്ലൈ ചെയ്തിട്ട്. നോക്കുക, 70% is equal to 3,20,000 അല്ലേ? നിങ്ങൾക്ക് വേണ്ടത് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എത്രയാണ്? 30% ആണ്. എത്രയാണ്? 30% ആണ്. ആ 30% ബില്ലുകൾ കൊടുക്കുക. 70% ബില്ലുകൾ എത്ര കൊടുക്കുക? 30% കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 30% ഡിവൈഡഡ് ബൈ 70% ഇൻറ്റു 100. ഈ ഓപ്പറേഷനിൽ യാതൊരു മാറ്റവും ഇല്ല. ഇനി നിങ്ങൾ ഫൈനൽ ലെവലിൽ കംപ്ലീറ്റ് ആകുന്ന ഒരു ഓപ്പറേഷൻ സെയിം തന്നെയാണ്. ബിലോ കിടക്കുന്ന ഐറ്റം കൊണ്ട് എബോ കിടക്കുന്ന ഐറ്റത്തെ ഡിവൈഡ് ചെയ്യുക. ബിലോ കിടക്കുന്ന ഐറ്റം കൊണ്ട് എബോ കിടക്കുന്ന ഐറ്റത്തെ ഡിവൈഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ഐറ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓപ്പോസിറ്റ് ഐറ്റത്തെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. പ്രോഫിറ്റ് കിട്ടും. സിമ്പിൾ. 30 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 3,20,000 എത്രയാണ്? 1,37,143. സിമ്പിൾ. പ്രോഫിറ്റ് കിട്ടി 1,37,143. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞു 20%. പയ്യെ ഇൻക്രീസ് ചെയ്ത് 4-5 എക്സാമ്പിൾ കഴിയുമ്പോൾ ഇത് ഓക്കെ ആവും. നിങ്ങൾ പക്ക കോൺസെൻട്രേഷൻ. വേറെ ഒന്നും വേണ്ട. 1,37,143. 1,37,143.
ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,57,143. ഓക്കെ മതി. 4,57,143 കിട്ടും. ഇനി ഞാൻ പറയുകയാണെ, ഈ 4,57,143 എനിക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം. എനിക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ ഉണ്ട്. എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ 70% is equal to 3,20,000 അല്ലേ? എനിക്ക് ഡയറക്ട്ലി വേണ്ടത് സെയിലാണെങ്കിൽ സെയിലിന്റെ റെസ്പെക്റ്റീവ് പെർസെൻറ്റേജ് 100 അല്ലേ? ആ 100 ഞാൻ 70യുടെ ബിലോ കൊടുക്കുകയാണ്. ഇനി എൻ്റെ ഓപ്പറേഷൻ എന്താണ്? ബിലോ കിടക്കുന്ന ഐറ്റം കൊണ്ട് എബോ കിടക്കുന്ന ഐറ്റത്തെ ഡിവൈഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ഐറ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യുക. എൻ്റെ വർക്കിംഗ് അത്രയേ ഉള്ളൂ. ബിലോ കിടക്കുന്ന ഐറ്റം കൊണ്ട് എബോ കിടക്കുന്ന ഐറ്റത്തെ ഡിവൈഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ഐറ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 3,20,000. എത്ര കിട്ടി? 4,57,143. നോക്കിയോ, നിങ്ങൾ കൺവേർട്ടറിൽ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സെയിം ആൻസർ ആണ്. 4,57,143. ഡയറക്ട്ലി എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഡയറക്ട്ലി സെയിൽസ് കിട്ടും. അപ്പൊ ഇത് ചിലർ വിചാരിക്കും, എടാ ഇത് വളരെ എളുപ്പമല്ലേ, ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ അടുത്തൊരു ലെവൽ ഡിസ്കഷനിലേക്ക് പോകണം നോക്കാം. ടോട്ടൽ കോസ്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടിയത് 4,80,000 ആണ്. 4,80,000 ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാണ് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു 13.135% ഓൺ സെയിൽ. പ്രോഫിറ്റ് പറയാണ് 13.135% ഓൺ സെയിൽ. പെർസെൻറ്റേജ് ഓൺ സെയിൽ ആയതുകൊണ്ട് ഞാൻ സെയിലിന് എത്രയായിട്ട് അസ്യൂം ചെയ്യുക? 100% ആയിട്ട് അസ്യൂം ചെയ്യാം. സെയിൽ 100 ആണെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ്? 13.135% ആണ്. ആണോ? രണ്ട് കമ്പോണന്റ് ആഡ് ചെയ്യുമ്പോൾ 100%, അതിലൊരു കമ്പോണന്റ് 13.135% ആണെങ്കിൽ എത്രയാണ് റിമൈനിങ്? 86.865%. 86.865% ആണ്. എനിക്കിപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ കിട്ടി. എൻ്റെ പുതിയൊരു ഐഡിയയിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടൂളാണ്. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ കിട്ടി. എത്രയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ? 86.865% is equal to 4,80,000. 4,80,000. 86.865% is equal to 4,80,000. ഇനി നിങ്ങൾക്ക് വേണ്ടത് പ്രോഫിറ്റ് ആണോ സെയിൽസ് ആണോ? ഞാൻ ആദ്യം സെയിൽസ് എടുക്കട്ടെ. സെയിൽസ് ആണെങ്കിൽ സെയിൽസിന്റെ റെസ്പെക്റ്റീവ് ഫിഗർ 100 അല്ലേ? 100% ബിലോയിൽ കൊടുക്കുക. 100 ഡിവൈഡഡ് ബൈ 86.865 ഇൻറ്റു 4,80,000. 5,52,582. 5,52,582. ഇവിടെ കൊടുക്കുകയാണ് 5,52,582 ആണെന്ന് സെയിൽസ്. ഇനി അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ്? എനിക്ക് ബാലൻസ് എടുത്താൽ മതി, പ്രോഫിറ്റ് കിട്ടും. ബാലൻസ് എടുത്താൽ പ്രോഫിറ്റ് കിട്ടും. ബട്ട് എനിക്ക് ഡയറക്ട്ലി പ്രോഫിറ്റ് വേണമെങ്കിൽ സിമ്പിൾ. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ എത്രയാണ്? എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ 86.865% is equal to 4,80,000 ആണ്. അപ്പോൾ അവിടെ എൻ്റെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് 13.135% അല്ലേ? 13.135% കൊടുക്കുക. ബിലോ കിടക്കുന്ന ഐറ്റം കൊണ്ട് എബോ കിടക്കുന്ന ഐറ്റത്തെ ഡിവൈഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ഐറ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ്? 13.135 ഡിവൈഡഡ് ബൈ 86.865 ഇൻറ്റു 4,80,000. ദാറ്റ് ഈസ് 72,582. 72,582 കൊടുക്കുകയാണ്. 72,582. ഡിഫറൻസ് എടുത്ത് നോക്കിയോ. 4,80,000 5,52,582 മൈനസ് 4,80,000. അതിന്റെ ഡിഫറൻസ് നോക്കുമ്പോഴും 72,582. 72,582 ഇല്ലേ? ബട്ട് ഞാൻ പറയുകയാണ്, ഈ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷനിൽ മാത്രമല്ല ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എവിടെയാണോ ഒരു ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന എവിടെയൊക്കെയാണോ അവിടെയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോൾ അടുത്ത പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്യും. ആ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോയുടെ വർക്കിംഗ് ഈസി ആണോ? സിമ്പിൾ. ഒരു എക്സാമ്പിൾ കാണണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. നോക്കുക. ടോട്ടൽ കോസ്റ്റ് ഒരു 3 lakh. പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് ആണ്. സെയിൽസ് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് 100 ആയിട്ട് അസ്യൂം ചെയ്യണം.
പ്രോഫിറ്റ് 20% ആണ്, റിമൈനിങ് ടോട്ടൽ കോസ്റ്റ് 80% ആണ്. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ കിട്ടി. എത്ര ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ? 80% is equal to 3 lakh. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ 20 കൊടുക്കുക. 20 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 3 lakh എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 3 lakh 75,000 ആണ് പ്രോഫിറ്റ്. 75,000 ആണ് പ്രോഫിറ്റ്. ആഡ് ചെയ്യുമ്പോൾ 3,75,000 കിട്ടും, സെയിൽസ് കിട്ടും. ബട്ട് സെയിൽസ് ഡയറക്ട്ലി വേണമെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 20% നമ്മൾ എന്ത് കൊടുത്തേക്കുക? 100 കൊടുത്തേക്കുക. എത്രയാണ്? 100% കൊടുത്തേക്കുക. 100%. ഇനി എന്ത് ചെയ്തേക്കുക? 100 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 3 lakh എത്രയാണ്? 3,75,000. സെയിം 3,75,000. നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മുടെ പ്രോബ്ലത്തിൽ എത്രയായിരുന്നു? 3,83,200 ആയിരുന്നു നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് 20% ഓൺ സെയിൽസ് അല്ലേ? വർക്കിംഗ് എങ്ങനെ വരും? വർക്കിംഗ് സെയിൽസ് 100 ആയിട്ട് അസ്യൂം ചെയ്യുക, പ്രോഫിറ്റ് 20% ആണ്, അല്ലെങ്കിൽ 80% ആണ് അത് ടോട്ടൽ കോസ്റ്റ്. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ കിട്ടി. 80% is equal to 3,83,200. പ്രോഫിറ്റ് വേണോ സെയിൽസ് വേണോ? ഡയറക്ട്ലി സെയിൽസ് എടുക്കാം. സെയിൽസ് എടുക്കുമ്പോൾ നമ്മൾ എത്ര കൊടുക്കുക? 100 കൊടുക്കുക. 100 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 3,83,200 4,79,000. 4,79,000. ഇനി ഡയറക്ട്ലി പ്രോഫിറ്റ് വേണമെങ്കിൽ നമ്മൾ 100 മാറ്റിയിട്ട് നമ്മൾ എത്ര കൊടുത്തേക്കുക? അവിടെ 20 കൊടുക്കുക. 20 കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിലെ ഡിഫറൻസ് എടുത്ത് വെച്ചാൽ കാണാൻ പറ്റും. 20 കൊടുക്കുക. 20%. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് 3,83,200 ആയിരുന്നു. 3,83,200 ആയിരുന്നു. ടോട്ടൽ കോസ്റ്റ് ഇസിക്കൽ ടു 3,83,200 ആയിരുന്നു. ഇനി പ്രോഫിറ്റ് ഡയറക്ട്ലി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം നമ്മൾ സെയിൽസ് എടുത്തു. എത്രയാണ്? 4,79,000 എടുത്തു. ഇനി ഡയറക്ട്ലി പ്രോഫിറ്റ് വേണമെങ്കിൽ പ്രോഫിറ്റ് 20% അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോയിലേക്ക് 80% ഇസിക്കൽ ടു 3,83,200 എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോയിലേക്ക് നമ്മൾ 20% കൊടുത്താൽ മതി. 20 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 3,83,200 ചെയ്യുമ്പോൾ നമുക്ക് 95,800 കിട്ടും. 95,800 ഫില്ല് ചെയ്യുക. 95,800 പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടി 95,800. ഇതാണ് വർക്കിംഗ്. അപ്പോൾ പെർസെൻറ്റേജ് ഓൺ സെയിൽ പറഞ്ഞാൽ വർക്കിംഗ് എളുപ്പമായില്ലേ? പെർസെൻറ്റേജ് ഓൺ സെയിൽസ് പറഞ്ഞാൽ വർക്കിംഗ് എളുപ്പമാണ്. ഓക്കെ ആണോ? ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. ലെവൽ 1 നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമാറ്റ് ആയിരുന്നു. ആ ഫോർമാറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്ത്, പ്രൈം കോസ്റ്റ് എടുത്ത്, ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത്, ഫാക്ടറി കോസ്റ്റ് എടുത്ത്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എടുത്ത്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത്, കോസ്റ്റ് ഓഫ് സെയിൽസ് എടുത്ത്, പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റിൻ്റെ 2 വർക്കിംഗ് നമ്മൾ പഠിച്ചു. പെർസെൻറ്റേജും കോസ്റ്റ് പറഞ്ഞാലും പെർസെൻറ്റേജും സെയിൽസ് പറഞ്ഞാലും എങ്ങനെ ചെയ്യണം നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പോവാണ് ലെവൽ 2. ലെവൽ 2 ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. ഡീറ്റെയിൽഡ് ഫോർമാറ്റ് എന്ന് വെച്ചാൽ അവിടെ ഇൻവെൻട്രിയുടെ 3 ഐറ്റം. എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽ, WIP ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇൻവെൻട്രിയുടെ 3 ഐറ്റം ആയിട്ടുള്ള റോ മെറ്റീരിയൽ, WIP, ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ ഐറ്റംസിന് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ ഫോർമാറ്റ് അപ്ലൈ അല്ലെങ്കിൽ ലെവൽ 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ അപ്ലൈ ചെയ്യുന്ന അടുത്ത ലെവലാണ് ലെവൽ 2. അടുത്ത ലെവലാണ് ലെവൽ 2. ഇപ്പോൾ ലെവൽ 2 ലെവൽ 1 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു മാനുഫാക്ചറിങ് കൺസേണിലാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരാൻ ചാൻസ് ഉള്ളത് അല്ലേ? ഒരു ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഇയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു കറണ്ട് ഇയർ, ഇപ്പോൾ ഞാൻ പറഞ്ഞ 2023 to 24 നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഇയറിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്, അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഒരു ഇയറിലൂടെ അത് പാസ് ചെയ്തിട്ട് അടുത്ത ഇയറിലേക്ക് പോകുന്നു. ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന മാനുഫാക്ചറിങ് കൺസേണിലാണ് എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഡീറ്റെയിൽഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ എന്തുണ്ടാവും? ഇൻവെൻട്രിയുടെ 3 ഐറ്റംസ് ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽ, WIP, ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ ഐറ്റംസിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിമ്പിൾ ഫോർമാറ്റിൽ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ഫോർമാറ്റിലേക്ക് പോകണം. എങ്ങോട്ട് പോകണം? ഡീറ്റെയിൽഡ് ഫോർമാറ്റിലേക്ക് പോകണം. ഡീറ്റെയിൽഡ് ഫോർമാറ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കേട്ടോണ്ടിരിക്കുക. ഫസ്റ്റ് 1 ഡീറ്റെയിൽഡ് ഫോർമാറ്റ് ഞാൻ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. പാർട്ട് 1, പാർട്ട് 2.
നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എഴുതരുത്. എല്ലാം ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് പഠിപ്പിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് പറയുകയാണ്. അപ്പോൾ പാർട്ട് 1 ഫസ്റ്റ് ആയിട്ട് നമ്മൾ സിമ്പിൾ ഫോർമാറ്റിലെ ഫസ്റ്റ് ഐറ്റം എന്തായിരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ. ഫസ്റ്റ് ഐറ്റം എന്തായിരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ. ഇവിടുത്തെ ഡീറ്റെയിൽഡ് ഫോർമാറ്റിലോട്ട് വരുമ്പോൾ നമ്മളിവിടെ ഹെഡിങ് കൊടുക്കുകയാണ് കോസ്റ്റ് ഷീറ്റ്, ക്ലാസിഫിക്കേഷൻ ബൈ ഫംഗ്ഷൻ, particulars amount. ഫസ്റ്റ് ആയിട്ട് ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു പേരോട് ആഡ് ചെയ്യാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ? നമുക്ക് ഇനിയും ആവശ്യമുള്ള ഐറ്റമാണ് കേട്ടോ, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ? കേൾക്കാം. നമ്മൾ ഒരു കമ്പനിയിൽ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ മെറ്റീരിയൽ എ ഉണ്ടായിരുന്നു, 4000 കിലോഗ്രാം. 3200 കിലോഗ്രാം ഫാക്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്തു. ആ 3200 കിലോഗ്രാം ഫാക്ടറി ഡിപ്പാർട്ട്മെന്റിൽ കൺസ്യൂം ചെയ്തു. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഒരു കിലോഗ്രാമിന് 8 റുപ്പീസ് ആണ്. അപ്പോൾ 3200 കിലോഗ്രാം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വന്നു? 3200 ഇൻറ്റു 8, ദാറ്റ് ഈസ് 25,600. ഈ 25,600 ആണെന്ത്? റോ മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ. എത്രയാണ്? 25,600. റോ മെറ്റീരിയൽ കൺസംഷൻ ഇൻ ക്വാണ്ടിറ്റി എത്രയാണ്? 3200 കിലോഗ്രാം ആണ്. എത്രയാണ്? 3200 കിലോഗ്രാം ആണ്. ബട്ട് റോ മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ എത്രയാണ്? 25,600 ആണ്. 25,600 ആണ്. അപ്പൊ എന്താ കിട്ടിയത്? നമ്മൾ എത്രയാണോ ഫാക്ടറി ഡിപ്പാർട്ട്മെന്റിൽ കൺസ്യൂം ചെയ്യുന്ന റോ മെറ്റീരിയൽ. ഇനി കേട്ടോണേ, അടുത്തത്. ഒരു കമ്പനിയിൽ ഒരു ഇയറിന്റെ ഓപ്പണിങ്ങിൽ 4000 കിലോഗ്രാം ഉണ്ടായിരുന്നു. 4000 കിലോഗ്രാം വേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലമായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആക്കി പറയാൻ വേണ്ടിയാണ്. 4000 വേണ്ട, ഒരു 2000 കിലോഗ്രാം ഉണ്ട്. 2000 കിലോഗ്രാം ഓപ്പണിങ്ങിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പർച്ചേസ് ചെയ്തു. ആ 1 ഇയറിൽ പർച്ചേസ് ചെയ്തു ഒരു 14,000 കിലോഗ്രാം നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ 1200 കിലോഗ്രാം ഉണ്ട്. എത്ര കിലോഗ്രാം ഉണ്ട്? 1200 കിലോഗ്രാം ഉണ്ട്. മീനിങ് എന്താണ്? തിങ്ക് ചെയ്യും. ഇപ്പം നിങ്ങൾ ഓൾറെഡി കോസ്റ്റിംഗ് ഒക്കെ ഒരുവിധം അറിയാവുന്ന, എന്താ പറയുക, ക്ലാസ്സൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2000 കിലോഗ്രാം ഓപ്പണിങ്ങിലുണ്ട്. 14,000 കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ക്ലോസിംഗ് ആയപ്പോൾ എത്രയുണ്ട്? ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോൾ എത്രയുണ്ട്? 1200 കിലോഗ്രാം ഉണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? പറയട്ടെ, കേൾക്കുക. 2000 കിലോഗ്രാം നമുക്ക് ഓപ്പണിങ്ങിൽ അവൈലബിൾ ആയിരുന്നു, പ്ലസ് 14,000 കിലോഗ്രാം നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ടോട്ടലി 16,000 കിലോഗ്രാം നമുക്ക് അവൈലബിൾ ആയി അല്ലേ? 2000 കിലോഗ്രാം ഓൾറെഡി ഉണ്ട്, നമുക്ക് ഓപ്പണിങ്ങിലുണ്ട്. കൂടെ നമ്മൾ 14,000 കിലോഗ്രാം കൂടെ പർച്ചേസ് ചെയ്തപ്പോൾ ടോട്ടലി 16,000 കിലോഗ്രാം നമുക്ക് എന്തായി? നമുക്ക് അവൈലബിൾ ആയി. ഇനി ക്ലോസിംഗിൽ നോക്കുമ്പോൾ 1200 കിലോഗ്രാമേ ഉള്ളൂ. 16,000 മൈനസ് 1200, മീനിങ് 14,800 കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു. 14,800 കിലോഗ്രാം റോ മെറ്റീരിയൽ കൺസംഷൻ ഇൻ ക്വാണ്ടിറ്റി. എത്ര കിലോഗ്രാം കൺസ്യൂം ചെയ്തു? 14,800 കിലോഗ്രാം കൺസ്യൂം ചെയ്തു. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ആപ്ലിക്കേഷൻ ഇല്ല. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ആപ്ലിക്കേഷൻ പറയണമെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ? 14,800 കിലോഗ്രാമിന് നമ്മൾ വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു കിലോഗ്രാമിന്റെ പ്രൈസ് 6 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 14,800 ഇൻറ്റു 6 എത്രയാണ്? 88,800 രൂപയാണെന്ത്? റോ മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ.
വാല്യൂ. മനസ്സിലാക്കുക, 14,800 കിലോഗ്രാം എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ കൺസംഷൻ ഇൻ ക്വാണ്ടിറ്റി ആണ്. ഇൻ ക്വാണ്ടിറ്റി എത്ര കിലോഗ്രാം കൺസ്യൂംസ് എന്ന് ചോദിച്ചാൽ എത്ര പറയാം? 14,800 കിലോഗ്രാം കൺസ്യൂംസ് എന്ന് പറയാം. ബട്ട് എത്രയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ എന്ന് ചോദിച്ചാലോ അത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മൾ കോസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 6 ചെയ്തപ്പോൾ എത്ര കിട്ടി? 88,800 റുപ്പീസ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ. ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെയാണ് 14,800 എടുത്തത്? ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുപ്പോൾ കാര്യം മനസ്സിലാവും. നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 4,20,000 വാല്യൂ ആണ് റുപ്പീസ് 4,20,000. പർച്ചേസ് ചെയ്തു. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആ പീരീഡിൽ പർച്ചേസ് ചെയ്തു 16 lakh. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ വാല്യുവേഷന് വേണ്ടിയിട്ട് ഓപ്പണിങ്ങിന്റെ വാല്യുവേഷനും ക്ലോസിംഗിന്റെ വാല്യുവേഷനും എല്ലാം എടുത്ത് പർച്ചേസിന്റെ വാല്യൂ കിട്ടി. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 2 lakh റുപ്പീസ്. 2 lakh. നമുക്ക് വേണ്ടത് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ. എന്താ വേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ. എടുക്കാൻ പറ്റത്തില്ലേ? എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് 4,20,000 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നു. എത്ര പർച്ചേസ് ചെയ്തു? 16 lakhന്റെ റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അപ്പൊ അവൈലബിൾ എത്രയാണ്? അവൈലബിൾ ഗുഡ്സിന്റെ വാല്യൂ എത്രയാണ്? 16 lakh പ്ലസ് 4,20,000 എത്രയാണ്? 20,20,000 റുപ്പീസിന്റെ ഗുഡ്സ് അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. 20,20,000 റുപ്പീസിന്റെ മെറ്റീരിയൽ നമുക്ക് എന്താണ്? അവൈലബിൾ ആണ്. ഇനി നമുക്ക് എത്ര ക്ലോസിംഗ് ഉണ്ട്? 2 lakh റുപ്പീസിന്റെ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. ലെസ് 2 lakh. അപ്പോൾ എന്ത് ചെയ്തു? 18,20,000 കിട്ടി. 18,20,000. എന്താണ് 18,20,000? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ. ഇപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസിന്റെ കൂടി എന്ത് ആഡ് ചെയ്തു? പർച്ചേസ് ആഡ് ചെയ്തിട്ട് എന്ത് ലെസ് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ കിട്ടി. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ഇൻ വാല്യൂ കിട്ടി. എത്രയാണ്? 18,20,000. 18,20,000. ഓക്കെ ആണോ? അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ഒരു ഫോർമുലയാക്കി തന്നെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ കിട്ടും. എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ കിട്ടും. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ നമ്മൾ ഇവിടെ എഴുതാണ്. കോസ്റ്റ് ഷീറ്റിൽ ക്ലാസിഫിക്കേഷൻ ബൈ ഫംഗ്ഷനിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാണ്. നോക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ ആണ്. അതെങ്ങനെ കിട്ടുന്നു എന്നുള്ള ആ ഫോർമുല എഴുതാൻ പോവാണ്. പറഞ്ഞ അപ്പൊ ഫസ്റ്റ് ഐറ്റം എന്തായിരിക്കും? കോസ്റ്റ് ഷീറ്റിന്റെ ഫസ്റ്റ് ഐറ്റം ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ. എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. കിട്ടുന്ന ഔട്ട്പുട്ട് ആണെന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ. പക്ക. ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഫസ്റ്റ് ഐറ്റം എന്ത് മാറി? ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുള്ള ഐറ്റം മാറി. എന്തായി? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷനായി. എന്തുകൊണ്ടാണ്? റോ മെറ്റീരിയൽസിന് ഓപ്പണിംഗും ക്ലോസിംഗും വന്നു. റോ മെറ്റീരിയൽസിന് ഓപ്പണിംഗും ക്ലോസിംഗും വന്നു. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസിന്റെ കൂടി പർച്ചേസ് ആഡ് ചെയ്തു. എന്ത് ലെസ് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ചെയ്തു. എന്ത് കിട്ടി? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ കിട്ടി. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ കിട്ടി. ഇനി സിമ്പിൾ ആണ്. ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഒരു മാറ്റമില്ല. ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഫസ്റ്റ് പാർട്ട് എന്ത് ചേഞ്ച് ആയി? ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുള്ള വാല്യൂ എന്തായിട്ട് മാറി? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ എന്നായിട്ട് മാറി. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ? സിമ്പിൾ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ കിട്ടും. ആഡ് ഡയറക്റ്റ് ലേബർ, ആഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. പക്ക. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ എപ്പോഴാണ് ഈ ഒരു ഡീറ്റെയിൽഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടി വന്നത്? നമ്മൾ എപ്പോഴാണ് ഒരു ഡീറ്റെയിൽഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടി വന്നത്? തിങ്ക്. നമുക്ക് ഇൻവെന്ററിയുടെ 3 ഐറ്റം റോ മെറ്റീരിയൽസ്, WIP, ഫിനിഷ്ഡ് ഗുഡ്സിന് ഓപ്പണിംഗും ക്ലോസിംഗും ഉള്ളതുകൊണ്ടല്ലേ? ഓപ്പണിംഗും
ക്ലോസിംഗ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ റോ മെറ്റീരിയൽസിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? പ്രൈം കോസ്റ്റിന്റെ പാർട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? പ്രൈം കോസ്റ്റിന്റെ പാർട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ നോക്കുക, പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ ആഡ് ചെയ്യണം? ആഡ് ഫാക്ടറി ഓവർഹെഡ്. പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ ആഡ് ചെയ്യണം? ആഡ് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഫാക്ടറി കോസ്റ്റ് കിട്ടുമോ? തിങ്ക് ചെയ്യും. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടുമോ? ഫാക്ടറിയിൽ വരുന്നൊരു ഐറ്റം ഉണ്ട്, ആരാണ്? വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ? ഇപ്പോൾ റോ മെറ്റീരിയൽസിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ആരുണ്ട്? WIPയുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഇല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫാക്ടറി കോസ്റ്റിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? WIPയുടെ ഓപ്പണിംഗും ക്ലോസിംഗും അഡ്ജസ്റ്റ് ചെയ്യണം. WIPയുടെ ഓപ്പണിംഗും ക്ലോസിംഗും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP. ഒരു എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ഓപ്പണിംഗ് എപ്പോഴും ആഡ് ചെയ്യണം, ക്ലോസിംഗ് എപ്പോഴും ലെസ് ചെയ്യണം കേട്ടോ. ഓപ്പണിംഗ് എപ്പോഴും ആഡ് ചെയ്യണം, ക്ലോസിംഗ് എപ്പോഴും ലെസ് ചെയ്യണം. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP ആഡ് ചെയ്യണം. എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP ലെസ് ചെയ്യണം. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട 6 ഐറ്റത്തിൽ 4 ഐറ്റം അഡ്ജസ്റ്റ് ആയി. എവിടെയാണ്? പാർട്ട് 1 അഡ്ജസ്റ്റ് ആയി. എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽസിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്, WIPയുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്. റോ മെറ്റീരിയൽസിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് പ്രൈം കോസ്റ്റിൽ അഡ്ജസ്റ്റ് ആയി. WIPയുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് എവിടെ അഡ്ജസ്റ്റ് ആയി? ഫാക്ടറി കോസ്റ്റിൽ അഡ്ജസ്റ്റ് ആയി. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് വരെ ഒന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ is equal to direct material consumption. Add direct labor, add direct expense is equal to prime cost. Add factory overhead, add opening stock of WIP less closing stock of WIP is equal to factory cost. പക്ക. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക. എന്താ ആഡ് ചെയ്യുക? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയാനുണ്ട്, ഇപ്പൊ പറയുന്നില്ല. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇതാണ് പാർട്ട് 1. ഇതാണ് പാർട്ട് 1. അപ്പോൾ പാർട്ട് 1ന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ ഞാൻ അഗൈൻ ഒന്ന് പറയാണ്, കേൾക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ is equal to ഡയറക്ട് മെറ്റീരിയൽ കൺസംഷൻ. ഡയറക്ട് ലേബർ ആഡ് ചെയ്യുക, ഡയറക്ട് എക്സ്പെൻസ് ആഡ് ചെയ്യുക. എന്ത് കിട്ടും? നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. അടുത്തത് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP ലെസ് ചെയ്യുക, ഫാക്ടറി കോസ്റ്റ് കിട്ടും. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്തൊക്കെ അഡ്ജസ്റ്റ് ആയി? ഇൻവെന്ററിയുടെ 2 ഐറ്റം, റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് അഡ്ജസ്റ്റ് ആയി, WIPയുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് അഡ്ജസ്റ്റ് ആയി. ഇനി ആരാ ഉള്ളത്? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഈ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഇത് വരേണ്ടത്. ബട്ട് ഞാനിവിടെ ചെയ്യുമ്പോൾ പാർട്ട് 2 ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യണം കേട്ടോ. പാർട്ട് 2 ഫസ്റ്റ് 1 എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് എന്ത് ആഡ് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് available for sale. Cost of goods available for sale. Let's see here. Closing stock of finished goods. Let's see here. കിട്ടുന്ന ഐറ്റമാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ ഈ ഒരു പാർട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വളരെ എന്താ പറയുക, ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എളുപ്പം ഞാൻ പറഞ്ഞു പോയത്. ഒന്ന് പറഞ്ഞേ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് എന്ത് ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. അവിടെ എല്ലാ വേഡിങ്ങിനകത്ത് എല്ലാം ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ്, സെയിലിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. അടാ എന്താണ്? സെയിലിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ കോസ്റ്റ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താ അത്? ഗുഡ്സ് സോൾഡ്, വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്. യൂണിറ്റ് സോൾഡ്, വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്. ഓക്കെ ആണോ? ഇനിയാണ് ഡിസ്കഷൻ. കേട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു പാർട്ട് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കേൾക്കുക.
ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാൻ പോകണേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 4,80,000 ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു 10,000 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി 4,80,000 രൂപ സ്പെൻഡ് ചെയ്തു. 10,000 യൂണിറ്റിന് ഇവിടെ ക്വാണ്ടിറ്റി ആണ്, ഇത് വാല്യൂ ആണ്. 10,000 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര സ്പെൻഡ് ചെയ്തു? 4,80,000 രൂപ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഇസ് ഇക്വൽ ടു 4,80,000. കറണ്ട് ഇയറിൽ 4,80,000 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നു. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ? 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 48. ഡൗട്ട് ഉണ്ടോ? ഒരു യൂണിറ്റിന് എത്രയാണ്? 48 റുപ്പീസ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വന്നു? 48 രൂപ വന്നു. 48 രൂപ വന്നു. പക്ക കേട്ടണേ. ഇതിൻ്റെ കൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യാണ്. അവിടെ 2,000 യൂണിറ്റ് എന്തുണ്ടായിരുന്നു? ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നു. 2,000 യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നു. 1,00,000 റുപ്പീസ് ആയിരുന്നു അതിന്റെ വാല്യൂ. 1,00,000 റുപ്പീസ് ആയിരുന്നു അതിന്റെ വാല്യൂ. പക്ക. ഇനി നിങ്ങളോട് ചോദിക്കുകയാണെ, ആ ഇയറിൽ വിൽക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് എത്രയാണ്? സിമ്പിൾ. നമ്മളിപ്പോൾ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുത്തു. ഓപ്പണിംഗിൽ 2,000 യൂണിറ്റ് ഉണ്ടായിരുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൈലബിൾ ഗുഡ്സ് എത്രയാണ്? നമുക്ക് വിൽക്കാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി എത്രയാണ്? തിങ്ക്. 12,000 യൂണിറ്റ്. എത്ര യൂണിറ്റ് ആണ്? 12,000 യൂണിറ്റ് അവൈലബിൾ ഗുഡ്സ് അല്ലേ? എങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് അവൈലബിൾ? 12,000 യൂണിറ്റ് ആണ് അവൈലബിൾ. ഇനി ഈ 12,000 യൂണിറ്റിന് എത്ര കോസ്റ്റ് വന്നു? 4,80,000 1,00,000 അല്ലേ? ആഡ് ചെയ്യുമ്പോൾ 5,80,000. അപ്പൊ എന്താ ഈ 5,80,000? അവൈലബിൾ ഗുഡ്സിന് വിൽക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള, സെയിൽസിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ കോസ്റ്റ് അല്ലേ? അപ്പൊ ഞാൻ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ്. അവൈലബിൾ ഫോർ സെയിൽ. മീനിങ് എന്താണ്? വിൽക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ, വിൽക്കാൻ സെയിൽ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ കോസ്റ്റ്. അതാണ് 5,80,000. 5,80,000. ഓക്കെ ആണോ? അപ്പൊ അതിന്റെ വേർഡിങ് പഠിക്കാൻ എളുപ്പമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. 12,000 യൂണിറ്റ് അവൈലബിൾ ആയിരുന്നു. 12,000 യൂണിറ്റിന് വന്ന കോസ്റ്റ് എത്രയാണ്? 5,80,000. 5,80,000. ഇനി ഞാൻ ലെസ് ചെയ്യാണ്. ലെസ് ഓപ്പണിംഗ് ആഡ് ചെയ്തു. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാണ് 800 യൂണിറ്റ്. എത്ര യൂണിറ്റ് ആണ്? 800 യൂണിറ്റ്. തിങ്ക് ചെയ്യും. 800 യൂണിറ്റിന് ഇൻസ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ വാല്യൂ ചെയ്യും? തിങ്ക്. എങ്ങനെ വാല്യൂ ചെയ്യും? 800 യൂണിറ്റിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. വാല്യുവേഷൻ നമ്മൾ ചെയ്യണം. എങ്ങനെ വാല്യൂ ചെയ്യും? പറയട്ടെ. ഗസ് ചെയ്യടാ, പറയട്ടെ. 48. എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിനെ വാല്യൂ ചെയ്യേണ്ടത് കറണ്ട് ഇയറിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് കൊണ്ടാണ്. നമ്മുടെ ഇയറിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 48 ആണ്. ഈ 800 യൂണിറ്റിനെ എങ്ങനെ വാല്യൂ ചെയ്യണം? ഈ 48 റുപ്പീസ് കൊണ്ടാണ് വാല്യൂ ചെയ്യേണ്ടത്. 800 into 48. 800 into 48. That is 38,400. 38,400. നെഗറ്റീവ് ആണ്. ലെസ് ചെയ്യുന്ന 8 ആണ്, നെഗറ്റീവ് ആണ്.
അപ്പോൾ 12,000 യൂണിറ്റ് നമുക്ക് വിൽക്കാമായിരുന്നു, 800 യൂണിറ്റ് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 11,200 യൂണിറ്റ് വിറ്റു, അങ്ങനല്ലേ? 11,200 യൂണിറ്റ് നമ്മൾ സെല്ല് ചെയ്തു, ആണോ? അപ്പൊ അതിന് എത്ര കോസ്റ്റ് വന്നു? 5,80,000 മൈനസ് 38,400 എത്രയാണ്? 5,41,600. അപ്പൊ എന്താണ് ഈ 5,41,600? ഈ 11,200 നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സോൾട്ട്. എന്താണ്? യൂണിറ്റ് സോൾട്ട്, വിറ്റ ഗുഡ്സ്, യൂണിറ്റ് സോൾട്ട്. വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾട്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾട്ട്. പക്ക ഇവിടെ ഞാൻ കൊടുക്കുകയാണെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾട്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ കിട്ടി 12,000 യൂണിറ്റ് ആണ്, 5,80,000 ആയിരുന്നു. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ 800 യൂണിറ്റ് ആയിരുന്നു ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി. അതിനെങ്ങനെ വാല്യൂ ചെയ്യണം? കറണ്ട് പീരീഡിലെ, കറണ്ട് ഇയറിലെ എന്തുകൊണ്ട് വാല്യൂ ചെയ്യണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് കൊണ്ട് വാല്യൂ ചെയ്യണം. അപ്പോൾ വാല്യൂ ചെയ്തപ്പോൾ 38,400 കിട്ടി. ലെസ് ചെയ്തപ്പോൾ 11,200 യൂണിറ്റ് വിറ്റുപോയി. യൂണിറ്റ് സോൾട്ട്, ഗുഡ് സോൾട്ട്, അതിന് വന്ന കോസ്റ്റ് എന്താണ്? 5,41,600. അതാണെന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്. അതിന് മുമ്പ് എന്താണ്? അവൈലബിൾ ഗുഡ്സിന്റെ കോസ്റ്റ്, വിൽക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. ഇനി അവിടെ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്, വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്. പക്ക. അപ്പൊ കോസ്റ്റിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. സെക്കൻഡ് പാർട്ടിൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ കിട്ടി, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിരുന്നു. ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് കംപ്ലീറ്റ് ആയി. നമ്മൾ എളുപ്പമാണ്. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസ്, സെയിൽസ് വരെ വന്ന ടോട്ടൽ കോസ്റ്റ്, സെയിൽസ് വരെ വന്ന അപ് ടു സെയിൽ പോയിന്റ് വരെയുള്ള ടോട്ടൽ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്. ഇനി ആഡ് ചെയ്യണം, എന്ത് ആഡ് ചെയ്യണം? പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. ഇനി ഡീറ്റെയിൽഡ് ഫോർമാറ്റ് നമ്മൾ ഇനി എന്ത് ചെയ്യുക? ICയുടെ ഫോർമാറ്റ് വരുമ്പോൾ കുറച്ചും കൂടെ ഐറ്റംസ് ആഡ് ചെയ്ത് കുറച്ചുകൂടെ കോൺസെപ്റ്റുകളോടെ വരും, അത്രേ ഉള്ളൂ. ബട്ട് ഡീറ്റെയിൽഡ് ഫോർമാറ്റ് പഠിച്ചാൽ പിന്നെ ഇനി ICയുടെ ഫോർമാറ്റ് വളരെ എളുപ്പമാണ്, യാതൊരു ഡിഫിക്കൽട്ടി ഇല്ല, വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ICയുടെ ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ കിട്ടി, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോഴും ഞാൻ എടുത്ത് പറയുകയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിനെ എങ്ങനെ വാല്യൂ ചെയ്യണം? കറണ്ട് പീരീഡിലെ, കറണ്ട് ഇയറിലെ അല്ലെങ്കിൽ കറണ്ട് പീരീഡിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് കൊണ്ട് വാല്യൂ ചെയ്യണം. ഇനി വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ആഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും, പ്രോഫിറ്റ് ആഡ് ചെയ്യുക, സെയിൽസ് കിട്ടും. പക്ക. ഇതാണ് ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. ഇതാണ് ലെവൽ 2 ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. അഗെയിൻ ഒന്ന് പറയാണ്. ഫസ്റ്റ് വൺ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡയറക്ട് മെറ്റീരിയൽ കൺസംഷൻ, ആഡ് ഡയറക്ട് ലേബർ, ആഡ് ഡയറക്ട് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും, പ്രൈം കോസ്റ്റ്. ആഡ് ഫാക്ടറി ഓവർഹെഡ്. ഇനി ഫാക്ടറി ഡിപ്പാർട്ട്മെന്റ് റിലേറ്റ് ചെയ്യുന്ന ഐറ്റമാണ് WIP. WIPയുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഇല്ലേ? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP. എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി എന്ത് ആഡ് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ കിട്ടും, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇനി ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യണം, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. പ്രോഫിറ്റ് ആഡ് ചെയ്യണം, എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. പക്ക. ഇതാണ് ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. ഇതാണ് ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. അത് 4-5 ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ICയുടെ ഫോർമാറ്റ് കിട്ടും, ICയുടെ ഫോർമാറ്റ് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. സിമ്പിൾ ഫോർമാറ്റായി, ഡീറ്റെയിൽഡ് ഫോർമാറ്റായി. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാം. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളിതിൻ്റെ ഫോർമാറ്റ് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ.